ഹായ്, സിംഗിൾ ആൻസർ കറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. എ കണ്ടക്ടിങ് സ്ക്വയർ ലൂപ്പ് ഇനീഷ്യലി ലൈസ് ഇൻ ദ എക്സ് സെഡ് പ്ലെയിൻ ഇനീഷ്യലി. ഓക്കെ, റെഡി. വിത്ത് ഇറ്റ്സ് ലോവർ എഡ്ജ് ഹിഞ്ച് അറ്റ് എക്സ് ആക്സിസ്. ക്ലിയർ ആണ്. ഓൺലി ഇൻ ദ റീജിയൻ y ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ 0 there is a time dependent magnetic field pointing in the z direction. എന്ന് വെച്ചാൽ അപ്പോൾ ഈ ഭാഗത്തൊന്നും എന്തില്ല, മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. ഇവിടെ മാത്രമാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ മാഗ്നറ്റിക് ഫീൽഡ് ഡിറക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാർട്ടിലെ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളൂ, ഈ ഭാഗത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് പറഞ്ഞത്. യെസ്, ആ മാഗ്നറ്റിക് ഫീൽഡ് വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. B0 cos omega t k cap where B0 is a constant. The magnetic field is 0 everywhere else. At the time t is equal to 0, the loop start rotating with a constant angular speed omega about x-axis in the clockwise direction as viewed from the x-axis. Yes, ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദാ ഇങ്ങോട്ട് ക്ലോക്ക് റൊട്ടേറ്റ് ചെയ്യാണ്. ഇഗ്നോറിംഗ് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദ ലൂപ്പ് ആൻഡ് ഗ്രാവിറ്റി, which of the following plots correctly represents the induced EMF V in the loop as a function of time? അപ്പോൾ ഗ്രാഫ് തന്നിട്ടുണ്ട്. ഗ്രാഫാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ദീസ് ആർ ദ ഗിവൺ ഗ്രാഫ്. ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് ടൈം അലോങ് എക്സ് ആക്സിസ് ആൻഡ് EMF. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത് എന്താണ്? നമുക്ക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഫാരഡേസ് ലോ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അത്രയൊരു ഡിഫിക്കൽട്ട് ക്വസ്റ്റൻ ആയിട്ട് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാൻ കഴിയില്ല. നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഫ്ലക്സ് കാൽക്കുലേഷൻ ആണ് നമ്മൾ പോകുന്നത്. ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു ബി എ കോസ് തീറ്റ ആണല്ലോ. ഇവിടെ ബി എത്ര തന്നുള്ളത്? ഇവിടെ ബി നോട്ട് കോസ് ഒമേഗ ടി. ക്ലിയർ ആണല്ലോ? കോസ് ഒമേഗ ടി ഇൻറ്റു എ സ്ക്വയർ ലൂപ്പ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സ്ക്വയർ ലൂപ്പ്. അപ്പോൾ ഞാൻ സൈഡ് ലെങ്ത് എ എടുക്കാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ ഇൻറ്റു കോസ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ഏരിയ വെക്ടർ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കിട്ടണം. അപ്പോൾ അതിന് നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ ഇവിടെ തന്നെ ഡിറക്ഷൻ കൊടുക്കുകയാണ്. സപ്പോസ് നമ്മൾ ടോപ്പ് വ്യൂ ആണ് കാണിക്കുന്നത്. ടോപ്പ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ലൂപ്പ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ വെർട്ടിക്കൽ അപ്വേർഡ് ഡിറക്ഷൻ. മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ലൂപ്പ് ഉണ്ടാക്കുന്ന ആംഗിൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇത് ഒമേഗ ടി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഏരിയ വെക്ടർ അതിങ്ങനെയല്ലേ ഉണ്ടാവുക? ഏരിയ വെക്ടർ. അങ്ങനെ വന്നാൽ ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും? ഇതാണല്ലോ നമുക്ക് വേണ്ടത്. ആൻഡ് ദിസ് ആംഗിൾ ഈസ് 90 മൈനസ് ഒമേഗ ടി. This is area vector and this is magnetic field. Okay, therefore here what you will get? Cos theta എന്ന് പറഞ്ഞാൽ ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ ആണ്. That is equal to 90 minus omega t. Now B naught A square cos omega t sin omega t, that is equal to half into B naught A square sin 2 omega t. This is flux. Now induced EMF is equal to minus d phi by dt, that is equal to minus B naught A square divided by 2 into 2 omega cos 2 omega t. That is equal to induced EMF equal to minus B naught A square omega cos 2 omega t. യെസ്. ഇനി നമുക്ക് ഗ്രാഫ് ആയിട്ട് നോക്കാം. അപ്പോൾ നോക്കൂ, ടി 0 ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ടി 0 ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ് മാക്സിമത്തിലാണല്ലോ നമുക്ക് കിട്ടേണ്ടത്. ദാറ്റ് ഈസ് മൈനസ് ബി നോട്ട് എ സ്ക്വയർ ഒമേഗ കിട്ടണം. അപ്പോൾ ടി 0 ആകുന്ന സമയത്ത് ഇവിടെ മാക്സിമം ആണ്. ഇറ്റ്സ് ഓക്കെ. ടി 0 ആകുന്ന സമയത്ത് ഇവിടെ ഓക്കെയാണ്. പക്ഷെ ഇവിടെയും ഓക്കെ അല്ല. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഇപ്പം തന്നെ കട്ട് ചെയ്യാം. ഇനി എ ആണോ സി ആണോ എന്നാണ് നമുക്ക് ആലോചിക്കേണ്ടത്. അതിനിടെ ഒരു കാര്യം നമുക്ക് ഓൾറെഡി അറിയാം. കാരണം മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ മാത്രമേ ഉള്ളൂ.
മാഗ്നറ്റിക് ഫീൽഡ് ഈ റീജിയനിൽ മാത്രമേ ഉള്ളൂ, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് 90 ഡിഗ്രി ടേൺ ചെയ്തു, അപ്പോൾ ഇവിടെ എത്തി. ദെൻ ഒരു 90 കൂടിയായി എന്ന് വെച്ചാൽ പൈ റേഡിയൻ കഴിഞ്ഞാൽ പൈക്ക് ശേഷം മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല, അതുകൊണ്ട് തന്നെ അവിടെ ഇൻഡ്യൂസ്ഡ് EMF ഇല്ല. പൈ ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് ഇവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ പൈ ആയി. അപ്പോൾ നമുക്ക് പറയാം പൈ ആണെങ്കിൽ ഇവിടെ നമുക്ക് എത്ര വാല്യൂ തന്ന്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ ടി പൈ ആയി കഴിഞ്ഞാൽ ടി ഈസ് ഈക്വൽ എത്ര, പൈ ബൈ ഒമേഗ. പൈ ബൈ ഒമേഗക്ക് ശേഷം, കാരണം ഇവിടെ പൈ ബൈ ഒമേഗക്ക് ശേഷം ഫ്ലക്സ് ഇൻഡ്യൂസ്ഡ് EMF ഇല്ല, അപ്പോൾ ഇത് കറക്റ്റാണ്. ഇവിടെ പൈ ബൈ ഒമേഗക്ക് ശേഷവും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ദർഫോർ ഇനി കൂടുതൽ ആലോചിക്കേണ്ടതില്ല. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ഈസ് കറക്റ്റ്.